sec square x ചെയ്താലോ? So which is equal to sec square x by 1 minus tan x the whole square. ഈ 1 by cos square x നമ്മൾ sec square x എഴുതി, ബാക്കി 1 minus tan x the whole square നെ അങ്ങോട്ട് എഴുതി. ഇനി 1 minus tan x ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. അപ്പോൾ എങ്ങനെ വരും? 1 minus tan x equal to t. ഡെറിവേറ്റീവ് എടുക്കാം. ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ കിട്ടും മൈനസ് സിക്സ് സ്ക്വയർ എക്സ് ഡി എക്സ് ഈക്വൽ ടു ഡി ടി വരും. മൈനസ് അപ്പുറത്തോട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ സി സ്ക്വയർ എക്സ് ഡി എക്സ് ഈക്വൽ ടു മൈനസ് 20 വൺ ചെയ്യാൻ പറ്റും.
അല്ല ടാൻ ഡി എക്സ് ആണെന്ന് പറയുന്നത്. ആ കോട്ടാണ്. കോസ് ബൈ സൈൻ എന്താണ്? എത്ര കൊല്ലം തമിഴ് പഠിച്ചിട്ടുണ്ട്. കോസ് ബൈ സൈൻ എന്താണ്? ക്ലാസ് എന്ത് കിട്ടി? ലാസ്റ്റ് ലോക സൈൻ എക്സ് നല്ല മഴയില്ലേ കുറച്ചുകൂടി നിനക്കൊരു ക്ലാസ് ഉണ്ട്. ഇതിലെന്താണ് ആദ്യത്തെ കുറച്ച് നടുക്ക് വെച്ച് ടഫ് വന്നിട്ട് പിന്നെ ലാസ്റ്റിലേക്ക് സിമ്പിൾ അല്ല, ലാസ്റ്റിലേക്ക് ഇടയിൽ കുറച്ച് സിമ്പിൾ ആവും. ഇത് മിസ്ലേനിയസ് എല്ലാം കൊടുത്താതിരിക്കും. ആദ്യം ഭയങ്കര ഈസി ആയിട്ട് ലാസ്റ്റ് ഭയങ്കര ടഫ്. അത് ഈ ഇന്റഗ്രേഷനിൽ നിന്ന് അവര് കുറച്ചുകൂടി ആഡ് ചെയ്യും. ആദ്യം അപ്പൊ അവര് ഇന്റഗ്രേഷൻ ട്രെയിനിൽ ആഡ് ചെയ്യും. എന്നിട്ട് പിന്നെ ഇന്നത്തെ അങ്ങനെയൊക്കെ മാറ്റി ചിലതൊക്കെ എക്സ്ട്രാ മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ സൈൻ sin x by 1 plus cos x dx. എനിക്ക് 10 മാത്രമായിട്ടുണ്ടായിരുന്നു 20. അവരത് 7 ആയിട്ട് എഴുതി എന്താ റിപ്പോർട്ട് കാർഡിൽ. അപ്പം എങ്ങനെ നീ ഫെയിൽ ചെയ്യുന്നത്? എനിക്ക് തെറ്റിപ്പോ പ്രോബ്ലം ഉണ്ട്. അത് അങ്ങനെ ഫോക്കസ് ഒരു കെമിസ്ട്രിയിലാണ്. ഫിസിക്സിൽ അങ്ങനെ ഓർക്കസ് ഐഡിയയിൽ 2 മാർക്ക് 5 മാർക്ക് സ്ട്രേറ്റ് ആയിട്ട് മൈനസ് ലോഗ് 1 plus cos x. sin x dx നമുക്ക് എന്ത് ചെയ്യാം? dt കൊടുക്കാം. 1/2 ന്റെ ഏരിയ എന്താ? ഒരു മൈനസ് വരും. log t ആണ്. അപ്പോൾ log mod t plus c മൈനസ് log t ക്ക് നമുക്ക് ആരെ കൊടുക്കാം? log 1 plus cos x
സബ്സ്ക്രിപ്ഷൻ കൊടുത്തിട്ട് ഡെലിവറി കൊടുത്തിട്ടുണ്ടാവും. sin x by 1 plus cos x the whole square ട്ടാ. sin x by 1 plus cos x the whole square. അല്ല മറ്റേ 1 plus cos x ആയിരുന്നു. 1 plus cos x the whole square. എനിക്ക് ഹയർ ക്ലാസ് മിസ് പറഞ്ഞു ഞാൻ ആദർശ് പറഞ്ഞു ഞാൻ ഹയർ ക്ലാസ് പറഞ്ഞു ഇതാടാ. ആക്കെ. പൊട്ട ലോകല ഉപയോഗിക്കുന്നത് ആക്കെ കിട്ടിയോ? നാളെ വരുന്നില്ല കഴിഞ്ഞ കിട്ടിയാ? 1 by 1 plus cos x. കേട്ടോ? കിട്ടിയത്? 1 by 1 plus cos x. പഠിച്ചാടാ. ആ ഞാൻ 1 by 1 plus cos x. ഇതിലുണ്ടല്ല കോർട്ടെക്സിനാ കോസ് എക്സ് ബൈ സൈൻ എക്സ് ചെയ്യുക എന്നിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം അറിയാമോ? മനസ്സിലായോ? പ്ലസ് ഈ കോർട്ടെക്സ് നമ്മൾ കോസ് എക്സ് ബൈ സൈൻ എക്സ് വേണ്ടി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ 1 by sin x plus cos x by sin x sin x by എന്നിട്ട് വേണം ഡിവൈഡ് ചെയ്യാൻ. എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മുമ്പേ മൾട്ടിപ്ലൈ ആൻഡ് ഡിവൈഡ് ബൈ അത് സ്ക്വയർ ആടാ sin x by cos x സൈൻ എക്സ് പ്ലസ് കോസ് sin x അത് sin square x plus cos sin square x plus cos square x. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഇതിന് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും 2 വെച്ച് ഡിവൈഡ് ചെയ്യും ചെയ്യണം. ഹോള് താഴെ അപ്പോൾ ഇവിടെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം 1/2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. പിന്നെ അവിടെ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഹോളിൽ 2 sin x ഇനാ sin x plus sin x തരാം. sin x 2 sin x എന്ന് പറയുന്നത് sin x plus sin x. അപ്പോൾ ഇതിന് ചെയ്യണമെന്ന് എന്നിട്ട് അതിനെ വെച്ചാൽ split ചെയ്യും. സ്പ്ലിറ്റ് ചെയ്യാനുണ്ട്. എന്ത് ചെയ്യണം അതിന്റെ ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഹോളിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതായത് എനിക്ക് sin x നമുക്ക് sin x plus sin x ചെയ്യും. പിന്നെ ഒരു cos x ആഡ് ചെയ്യും. അതെ, cos x മൈനസ് ചെയ്യും. ഓ ഓക്കേ
എന്നിട്ട് എന്ത് ചെയ്യും? ഗ്രൂപ്പ് ചെയ്തിട്ട് ആ, ഡിവൈഡ്. എന്നിട്ട് ഗ്രൂപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻ കാരണം തപ്പായി പോകണം ഇതെന്തെങ്കിലും നോക്കിക്കേ, ഇവിടെ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? 2 മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്യും. അപ്പൊ വലിയ ചേഞ്ച് ഒന്നും വന്നില്ല. ഇനി നോക്കി 2 sin x ഞാൻ sin x ചെയ്യും. ഒരു cos x ആഡ് ചെയ്ത് ഒരു cos x മൈനസ് ചെയ്ത് cos x തന്നെ ആഡ് ചെയ്യുമ്പോൾ cos x ആണ് മൈനസ് ചെയ്യണം. അപ്പൊ വലിയ ചേഞ്ച് ഒന്നും വരില്ലല്ലോ, രണ്ടും കട്ടായി പോലെ ഇടാം. എന്നിട്ട് താഴത്ത് നമ്മൾ അങ്ങനെ എഴുതി 1/2 കൊടുത്തിറങ്ങണേ. നോക്കിക്കേ, ഇനി ആദ്യത്തെ ഞാൻ sin x cos x ഒരുമിച്ച് എഴുതി. sin x പ്ലസ് cos x ഒരുമിച്ച് എഴുതി. രണ്ടാമത്തേതിനാ sin x മൈനസ് cos x എന്ന് എഴുതി. എന്നിട്ട് വേണം സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ. എന്നാലേ മുകളിൽ തന്നെ ഇത് നമുക്ക് കിട്ടുള്ളൂ. കേട്ടോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കണം. ഈ പ്രോബ്ലം എന്തായാലും പറ്റില്ല. അത് മിസ് ഈ പ്രോബ്ലം പറ്റില്ല. പ്രോബ്ലം എന്റെ എക്സാം ഇല്ല എഴുതിയില്ല ഇല്ല തോന്നുന്നു. എഴുതിയില്ല ഇത് നോക്കിക്കേ, ഇനി ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇതിനെ വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാം നമുക്ക്. സ്പ്ലിറ്റ് ചെയ്യാൻ പാടില്ലേ? ഈ നടക്കുന്ന പ്ലസ് വെച്ചിട്ട്. അപ്പൊ ഈ വാല്യൂ എന്താവും? 1 ആവും. വിച്ച് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് ഇതും വരുമ്പോൾ 1 dx ആവും. അപ്പോഴത്തെ എന്താവും? sin x മൈനസ് cos x ബൈ sin x പ്ലസ് cos x. എന്നിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം കേട്ടോ. അങ്ങനെ മനസ്സിലായോ? മനസ്സിലായില്ല? ഏത് ഇതാ? എടാ നമുക്ക് ഇത് 2 പ്ലസ് 3/6 നമുക്ക് എങ്ങനെ എഴുതാം? 2/6 പ്ലസ് 3/6 എഴുതാൻ പാടില്ലേ? അതേപോലെ നമ്മൾ ഇവിടെ എഴുതിക്കണം. sin x plus cos x by sin x plus cos x അത് രണ്ട് കട്ടായിട്ട് 1 ആയി. ഇനി sin x minus cos x by sin x plus cos x. ഇനി ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ഇതൊക്കെ ഏറ്റവും അടിപൊളിയാണ്. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറ്. മൈനസ് ഔട്ടാ മൈനസ് അല്ലേ വന്നത്? F dash of x by f of x are there. Integral of f dash of x divided by f of x equal to log f of x. minus 1/2 log mod of sin x plus cos x plus c. X by 2 minus 1/2 log sin x plus cos x plus c. That is 1/1 minus tan x.
1 minus tan x. ഇവിടെ tan x നമ്മൾ എന്ത് എഴുതും? sin x by cos x എന്ന് എഴുതണം. cos മൾട്ടിപ്ലൈ ചെയ്യണം. One by one minus one. 1 by 1 minus tan x. ഇവിടെ അതുപോലെ തന്നെ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, കൊണ്ട് ഡിവൈഡ് ചെയ്യാം. നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെയും ചെയ്യണം കേട്ടോ. പ്ലസ് ചെയ്ത് മൈനസ് ചെയ്യാം. 1/2 ആഡ് ചെയ്ത് ഏത് തീരുമാനിക്കാൻ പറ്റാം? ആഡ് ചെയ്യണം, മൈനസ് ചെയ്യണം. സൈഡ് ക്ലാസ്സിലെ പോസ്റ്റ് കഴിഞ്ഞാണ്. ഇല്ല ഇപ്പോൾ 7.5. ഈ ചാപ്റ്റർ മാത്രമേ ഉള്ളൂ. അല്ല ഇനി ആപ്ലിക്കേഷൻ അതുകൂടെ പിന്നെ already വരാം. അതിലിവിടെ പഠിച്ചു. Exam October. ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് ഫുള്ള്, സെക്കൻഡ് ടെക്സ്റ്റ് ബുക്ക് LPP ഇന്റഗ്രൽസും ഇല്ല ബാക്കി ഇവിടെ ഇല്ലല്ലോ. എടുക്കാതെ അഡ്രസ് വെക്ടേഴ്സും 3D. എപ്പോഴും ഒക്ടോബർ October 1st. ഫസ്റ്റ് മാസം ലാസ്റ്റ് Term exam അങ്ങനെ. ഹാഫ് ഇയർ യെസ് ഒക്ടോബർ ലാസ്റ്റ് മാത്സ് എപ്പോഴാണ് അറിയുന്നത്? പക്ഷെ October 1st എക്സാം തുടങ്ങും. ചെയ്താ പ്ലസ് വൺ എന്തുവാ ലീനിയർ ഇൻഇക്വാളിറ്റീസ് ഓർമ്മയില്ല. ലീനിയർ ഗ്രാഫ് വരയ്ക്കാനാണ് വെറുതെ ലൈൻ വരച്ചിട്ട് എന്തോ at 0,0 false LPP ഈ വർഷം ഉണ്ട്. എനിക്കറിയാം. ഇവിടുത്തെ അറിയാം നമ്മള് രണ്ടാളും ഒരുമിച്ച് നിർത്തി ബ്രില്യന്റ് ഞാൻ ഉറങ്ങിപ്പോയി. അതിന്റെ ഫീസ് ഒക്കെ എന്താ ആഡ് ചെയ്യണം കൂടെ കോസെക്സിനാ കോസെക്സ് പ്ലസ് കോസെക്സ് പ്ലസ് ചെയ്യാം. പിന്നെ sin x ആഡ് ചെയ്യാം, sin x മൈനസ് ചെയ്യാം. പിന്നെ അടിയിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. അതേപോലെ തന്നെ ശരിയാടാ. അതിന്റെ ബുക്കെല്ലാം എടുത്ത് മിസ് എഴുതിയവരാണ് എഴുതിയത്. cos 2 cos x ina cos x plus cos x mega x cos x plus cos x sin x plus add e sin x plus minus e cos x plus sin x minus sin x. ഞാൻ സ്പ്ലിറ്റ് ചെയ്യും. cos x plus sin x ഉം Thank you.
ആണല്ലേ ശരി. ചെയ്താ അടുത്ത ക്വസ്റ്റ്യൻ റൂട്ട് ടാൻ എക്സ് ബൈ സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ്. മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞാൽ കോസ് എക്സ് ഇങ്ങനെ വരാല്ല. ഈ കോസ് എക്സ് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ കോസ് എക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് ഈ കോസ് എക്സിന് ഇതിന്റെ അടിയിലായിട്ട് എഴുതിയാലും സെയിം തന്നെയല്ലേ? നേരെ മുന്നോട്ട് പോകില്ലേ? എന്നാ പിന്നെ എന്താണ് ചെയ്യണത്? ചെയ്യേണ്ട ആവശ്യമില്ല. എടാ ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പൊ ഇവര് ഇതിനെ ഒരുമിച്ച് റൂട്ട് ടാൻ എക്സ് എഴുതി. ശരിക്കും ഈ കോസ് എക്സിന്റെ അടിയിൽ വന്നാലും കുഴപ്പമില്ല, ശേഷമല്ലേ മുകളിലോട്ട് പോകുമല്ലോ. എന്നിട്ട് ഇതിനെ റൂട്ട് ടാൻ എക്സ് പോലെ എഴുതി. ഈ കോസ് എക്സിന് ഇതിന്റെ അടിയിലായിട്ട് എന്തെന്ന് എഴുതാം? സൈൻ എക്സ് ടാൻ എക്സ് എഴുതി. പിന്നെ ഇതിനെ നമ്മൾക്ക് കോസ് സ്ക്വയർ എക്സ് എഴുതി. ഇനി ഈ ടാൻ എക്സ് നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് ടാൻ എക്സ് ഇൻറ്റു റൂട്ട് ടാൻ എക്സ് എഴുതാം. എന്നിട്ട് ഈ റൂട്ട് ടാൻ എക്സ് രണ്ട് കട്ട് ചെയ്ത് കളയാം. മനസ്സിലായാക്കി? ഇന്റഗ്രേഷൻ എത്ര അത് സ്കിപ്പ് ചെയ്യാൻ നോക്കിയല്ലേ? പഠിച്ചിട്ട് കാര്യമില്ല. അത് അങ്ങനെ അത് മാത്രം പഠിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിലേ ഇതുപോലത്തെ വൃത്തിയുടെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമല്ലോ. റൂട്ട് ടാൻ എക്സ് അടിയിലെത്തി നമുക്ക് റൂട്ട് ടാൻ എക്സ് ഇൻറ്റു റൂട്ട് ടാൻ എക്സ് എഴുതി. മറ്റേത് കോസ് സ്ക്വയർ എക്സ് എഴുതി. റൂട്ട് ടാൻ എക്സ് കട്ട് ചെയ്തു. മനസ്സിലായോ ദേവൻ? ഇവിടെ വരെ മനസ്സിലായോ? സൈൻ ബൈ കോസ് എന്താ? എടാ x/2 y 3 നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനെ മോളോട് എടുക്കാല. അപ്പൊ 3x/2 എന്ന് എഴുതാല. അപ്പൊ 3x/2 നെ ഞാൻ ഈ 3 നെ അടിയിലാക്കി എഴുതാല. എനിക്ക് ഇങ്ങനെ അറിയാലോ. അതാ ഞാൻ ഇവിടെ ചെയ്തത്. അപ്പോൾ ഈ കോസ് എക്സിനെ ഞാൻ ഇതിന്റെ അടിയിലാക്കി എഴുതും. അപ്പൊ ഈ സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്നുള്ളത് ഞാൻ ടാൻ എക്സ് ആണ്. പിന്നെ ഈ കോസും ഈ കോസും കൂടി കോസ് സ്ക്വയർ എക്സ് ആണ്. ഇനി ഈ ടാൻ എക്സിനെ ഞാൻ ഇവിടെ നമ്മൾ കൂട്ടിച്ചു അതുപോലെ എഴുതി. ടാൻ എക്സിന് ഞാൻ റൂട്ട് ടാൻ എക്സിന്റെ റൂട്ട് ടാൻ എക്സിന് എഴുതി. മുകളിലത്തേതും താഴത്തേതും കൊണ്ട് കട്ട് ചെയ്ത് കളഞ്ഞ് അപ്പൊ എന്തായി? 1/റൂട്ട് ടാൻ എക്സ് ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് ആയി.
എഴുതാം. എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ഈ 1/cos square x ന് sec square x എഴുതി. അപ്പോൾ എന്തിനാ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണോടാ? tan x sec square x ന് tan x equal to sec square tan x മനസ്സിലായോ? ഈ 1/cos square x ആണ് this sec sec square. square x. ഈ എന്തിനാ tan x ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. അപ്പോൾ ഈ sec square x നെ കൊണ്ടുവരാൻ വേണ്ടി വിത്ഡ്രോ ചെയ്തു. ഇത് ആലോചിച്ചാൽ മതി. ഇവിടെ ചിലപ്പോൾ ക്വസ്റ്റ്യനില് tan x ന് കൊടുക്കണമെങ്കിൽ അവിടെ ആരെ കൊണ്ടുവരണം? sec square x ന്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ആ അങ്ങോട്ട് കൊണ്ടുവരാനുള്ള വഴിയാണ് അറിയുന്നത്. ഒരു ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന വാല്യൂ ഇവിടെ എന്തായാലും cos x ന് പറ്റില്ല, tan x ന് മാത്രമേ പറ്റുള്ളൂ. പക്ഷെ അത് എങ്ങനെ അറിയും? tan x ആണെങ്കിൽ മുകളിൽ താഴത്ത് നമ്മൾ cos x വെച്ച് ഡിവൈഡ് ചെയ്ത് അങ്ങനെ വല്ല ആലോചിച്ചു. ഈ മറ്റേ ക്ലാസ് ടീച്ചർ ആണോടാ? ഇതല്ലേ ക്ലാസ് ടീച്ചർ? അപ്പൊ ഈ സാധനം ഇതല്ലേ ക്ലാസ്? ഈ ക്വസ്റ്റ്യൻ ചെയ്യിപ്പിച്ചെടുക്കാം. ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻ പ്ലസ് സി ഈ കോപ്പി അടിക്കണേ അന്തസ്സോടെ അക്കിന്റെ നോക്കേണ്ട നിങ്ങൾ എങ്ങനെയാ കോപ്പി ചെയ്യാറുള്ളത്? മാത്രമല്ല വലിയ ആൻസർ ഒക്കെ നമ്മളൊരു അറിയാന്ന് വെച്ചിട്ട് അറിയാവുന്ന പ്രയോഗിച്ച് തള്ളി എഴുതും. ഞങ്ങളൊക്കെ കാണാറുണ്ട് ഇങ്ങനെ കുട്ടി പദ്ധതി ക്ലാസ് ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ 3 ക്വസ്റ്റ്യൻ പേപ്പർ ഒറ്റയ്ക്ക് ഷഫിൾ ചെയ്യാറുണ്ട്. അതറിയാം എനിക്ക് ലാസ്റ്റിങ്ങനെ 10ാം ക്ലാസ് ഞങ്ങൾ 12th ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും അറിയാണ്ട് സൈക്കോളജി പേപ്പർ അത് സൈക്കോളജിയാണ്. ഇംഗ്ലീഷ് സൈക്കോളജി പേപ്പർ എനിക്ക് കന്നഡയില്ല. 10th ഇതൊരു മന്ത്ലി എക്സാം. എൻ്റെ ഫ്രണ്ട് ആൻസർ ഒന്നും കണ്ടിട്ടില്ല. എനിക്ക് കണ്ടിട്ട്
whole cube by 3 plus c. Okay. കിട്ടിയില്ലേടാ? One plus log x നെ എങ്ങനെ ചെയ്താ? നമ്മൾ പഠിച്ചാൽ One plus log x is equal to അതറിഞ്ഞിരിക്കും അത് സംഭവിക്കാൻ പോകുന്നു. ആ, പിന്നെന്താ? X ആ? Derivative അല്ല, വണ്ണിന്റെ integral. ഇത് നമ്മള് substitution കൊടുത്ത് derivative എടുക്കണം. വണ്ണിന്റെ derivative 0. log x ന്റെ derivative 1 by x dx is equal to dt. ഇത് direct ഇവിടെ കൊടുക്കാലോ. First substitution കൊടുത്ത് derivative എടുക്കണം. x plus 1 by x. ഇന്റഗ്രൽ ഇന്റഗ്രലിൽ log x ന്റെ ഡെറിവേറ്റീവ് അപ്പൊ ഇതെങ്ങനെ വരും? t സ്ക്വയർ dt എന്ന് വരും. അപ്പൊ t ക്യൂബ് by 3 plus c. ഇനി അടുത്ത ദിവസത്തിലേക്ക് ഇവിടെ x plus 1 ആഡ് ചെയ്യാം. x ന്റെ അത് നാലല്ലോ. ഏഴോ? അതാ. ശ്രീരാമ. ഇതിൽ നമ്മൾ ഈ x ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പൊ x plus 1 by x എന്ന് ചെയ്താലോ? Into 1 plus സ്പ്ലിറ്റ് ചെയ്യും. എന്നിട്ട് ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? 1 plus 1 by x എന്ന് എഴുതാം. എന്നിട്ട് എഴുതാം 1 plus 1 by x. മനസ്സിലായോ? ഇത് ഇവിടെ x ആണ് ട്ടോ. അതിനൊന്നും ആവശ്യമില്ല സർ. അതാണ് ഇവിടെ x. അല്ല, 1 plus log x directly t എടുത്താൽ എല്ലാം cancel ആവും സർ. നോക്ക്. മൊത്തത്തിലല്ലേ? എക്സാമിന്റെ മെത്തേഡ് ഒന്നും സ്പെസിഫൈ ചെയ്യില്ല. എങ്ങനെയാന്ന് വെച്ചാൽ ഡെറിവേറ്റീവ് അല്ല ഇന്റഗ്രേറ്റീവ്. എന്നിട്ട് ഇത് x plus log x ന്റെ derivative എടുത്തല്ലേടാ? equal to dx dt x plus log x is equal to 1 plus 1 by x. ആ, ഇങ്ങനെ വന്നപ്പോഴത്തേക്കും എല്ലാം cancel ആവും. dx is equal to മിസ്സേ, എന്തോ LCM ഇട്. x plus 1 by x വരും.
side is sine of tan inverse t by ഇനി 1 plus x raised to 8 നമുക്ക് എങ്ങനെ എഴുതാം? x raised to 4 ന്റെ t നെ അപ്പോൾ x raised to 8 എന്ന് പറയുന്നത് എന്താ? t സ്ക്വയർ അല്ലേ? അപ്പോൾ 1 plus t സ്ക്വയർ ആയി. ഇനി എന്തിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം? tan inverse x ന്റെ ഡെറിവേറ്റീവ് എന്താ? 1 by 1 plus x സ്ക്വയർ അല്ലേ? അപ്പോൾ ഇതിന് ഡെറിവേറ്റീവ് കൊടുക്കണം. നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ tan inverse t equal to എന്ത് ചെയ്യാം? വേറെ എന്താ എഴുതാം? u കൊടുക്കാം. അപ്പോൾ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് വരും? 1 by എന്താ? 1 by 1 plus t സ്ക്വയർ. ഇനി നമുക്ക് എന്ത് വരും? സ്ക്വയർ വരും. അല്ല 1 by t സ്ക്വയർ is equal to tan inverse t is substitution കൊടുത്തു. tan inverse t equal to u കൊടുത്തു. ഇതിന്റെ ഡെറിവേറ്റീവ് എടുത്തപ്പോൾ 1 by t square dt is equal to du കൊടുത്തു. അപ്പോൾ ഈ 1 by 1 plus t square dt ക്ക് പകരം നമുക്ക് ആർക്ക് കൊടുക്കാം? du കൊടുക്കാം. അപ്പോൾ ഇന്റഗ്രൽ ഓഫ് 1 by 4 ഇതിന്റെ sin of tan inverse t ക്ക് കൊടുത്തു. sin u by sin u du dt by 1 plus t square അല്ലേ നമ്മൾ du എടുത്തത്. അപ്പോൾ 1 by 4 sin u du by sin ന്റെ ഏരിയ എന്താ? മൈനസ് കോസ്. മൈനസ് കോസ്. അപ്പോൾ എങ്ങനെ വരും ആൻസർ? 1 by 4 മൈനസ് കോസ് യു. ഈ ആൻസറിൽ യുവിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. ആ യുവിൻ്റെ അകത്തുള്ള ടീന് കൊടുക്കണം ആൻസർ കേട്ടോ. പ്ലസ് ചെയ്ത് കൊടുത്താലേ അല്ല അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. എന്തിനു സെപ്പറേറ്റ് ആയിട്ട് എടുക്കുന്ന tan inverse x raised to 4 എന്നെ d8 എടുത്തപ്പോൾ tan inverse x raised to 4 ഒറ്റടിക്ക് d8 എടുത്തപ്പോൾ x raised to 4 അല്ലേ? ആ അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെ 1 by 1 plus x square എന്ന് പറയുമ്പോൾ 4 into 2 8 1 by 1 അപ്പോൾ plus ഡെറിവേറ്റീവ് എടുത്തിട്ട് 1 by 1 plus x square എന്നല്ലേ വരുള്ളൂ. ആ x എന്താ x raised to 4 അപ്പോൾ 4 x raised to 4 raised to 2 x raised to 8 കിട്ടിയോ? 4 the whole square വരുമ്പോൾ no 4 into square 4 into 4 അല്ലേ വരുള്ളൂ. 4 the whole square എന്ന് പറയുമ്പോഴത്തേക്കും 4 into 4 ആണോ? അല്ല 4 the whole square എടുത്ത് കഴിഞ്ഞാൽ 4 into 4 അല്ലേ വരുള്ളൂ. So 4 square is x raised to 4 x raised to 4 power x raised to 4 whole raised to 2 അപ്പോൾ 4 x into 2 raised to 4 whole whole raised raised to to 2 raised to 2. ആ അപ്പോൾ 8 ആവില്ലേ? ആ അങ്ങനെ ഇല്ല. ഇത് കണ്ടിന്യൂ ചെയ്യുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും.
bracket. അല്ല 10x raised to 9 plus 10 raised to x into log t log 10. അതൊക്കെ log x raised to 10 plus 10 raised to x. X raised to 10 plus 10 raised to x. 10 raised to x plus x raised to x. അപ്പോൾ 10x raised to 9 plus 10x raised to 9 10x raised to x minus 1. 10 raised to x Log 10. log 10 raised to x ന്റെ ഡെറിവേറ്റീവ് 10 raised to x വരുന്ന log 10 ഉണ്ട് log t plus 0 dx is equal to ഇത് തന്നെ വരും അതാ ഇവിടെ ഈ വരുന്നുണ്ട് ഡെറിവേറ്റീവ് എടുത്തപ്പോൾ ഇതല്ലേ കിട്ടിയ മറ്റേ ഇന്റഗ്രൽ ഓഫ് dt by t ഇവിടെ log മറ്റേ log t t square by log t plus 0 1 by t log that raised to x a raised to x is a derivative of a raised to x is log a. dx by sin square x cos square x പിന്നെ നമ്മൾ 1 by sin square x cos square x എന്ന് എഴുതാം പിന്നെ 1 ന് sin square x plus cos square x ഇവിടെ 1 by sin square cos square x അല്ലേ ഇപ്പൊ നമുക്ക് മുകളിലത്തെ 1 ന് നമുക്ക് sin square x plus cos square x എന്ന് എഴുതാം മുകളിലത്തെ 1 ന് ഇത് 1 അല്ലേ ഇതിന്റെ അടുത്ത which is equal to 1 by sin square x cos square x അല്ലേ ഈ 1 ന് sin square x plus a plus b whole square അങ്ങനെ ഇത് ചെയ്തിട്ടില്ല അതിന്റെ 2 sin square x cos square x അതൊക്കെ അല്ല അത് 2 അല്ലല്ലോ സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല ചെയ്ത ചെയ്തോ കാൽക്കുലേറ്റ് ചെയ്തോ കളക്ഷൻ അതിന്റെ ആവും ഈ 1 നാ
ആ സീക്ക് ആ 1 സൈൻ എന്ന് പറഞ്ഞാൽ സീക്ക് ആ കണ്ടോ 1 കോസ് സ്ക്വയർ എക്സ് എന്ന് പറയുമ്പോൾ 6 സ്ക്വയർ cos square is 6 square വെറുതെ അല്ലേ വെറുതെ ടെൻഷൻ കയറ്റുന്നത് എനിക്കതൊന്നും കിട്ടിയിട്ടില്ല മാർക്ക് പിന്നെ വേറെ എവിടെ വരാൻ സെക്ഷൻ ബി സെക്ഷൻ ഡി എവിടെ 1 മാർക്ക് 2 മാർക്ക് സെക്ഷൻ ഡി 1 മാർക്ക് കൊണ്ട് 2 മാർക്ക് കൊണ്ട് സെക്ഷൻ ഡി അല്ല അത് പക്ഷേ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ അല്ല സെക്ഷൻ ഡി ഏത് സെക്ഷൻ ഡി അത് ചിലപ്പോ രണ്ട് അല്ല ചിലപ്പോ 2 മാർക്ക് അല്ലെങ്കിൽ 2 1 മാർക്കും 1 2 മാർക്ക് അത് ഈസി അല്ല കേസ് സ്റ്റഡി അല്ല അതൊരു പാരഗ്രാഫ് എന്തോ അല്ല കേസ് സ്റ്റഡി ചെയ്യണ്ട അവര് ഇത് തരും എന്നിട്ട് അതിന്റെ അപ്പുറത്തെ കേസിന്റെ അപ്പുറത്തെ ടോപ്പിക്കിന്റെ എക്സസൈസിന്റെ ആക്ച്വലി കേസ് സ്റ്റഡി അല്ല CCT ആണ് നിങ്ങൾക്ക് അതില്ലേ മറ്റേ ഇങ്ങനെ ഈ എല്ലാ 2 ആഴ്ച ഹയർ നിങ്ങൾക്ക് കേസ് സ്റ്റഡി അതായിട്ടാണ് അല്ല നിങ്ങൾക്ക് അതല്ല ഇവരുണ്ട് വേറെ കാര്യമുണ്ട് നിങ്ങൾക്ക് എല്ലാ 2 ആഴ്ച ലിങ്ക് വരാം